أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون والذين هم لأماناتهم وعهدهم راعون والذين هم على صلواتهم يحافظون أولئك هم الوارثون الذين يرثون الفردوس هم فيها خالدون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1138 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ 23-ാമത്തെ അധ്യായമായ സൂറത്തുൽ മുഅ്മിനീനിൻ്റെ 4-ാം ദിവസ ചർച്ചയാണ് ഇന്ന് ആരംഭിക്കുന്നത്. ചർച്ചക്കാരൻ കുറിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين ومن ابتغى وراء ذلك فأولئك هم العادون والذين هم لأماناتهم وعهدهم راعون والذين هم على صلواتهم يحافظون أولئك هم الوارثون الذين يرثون الفردوس هم فيها خالدون. صدق الله العلي العظيم. സൂറത്തുൽ മുഅ്മിനൂനിലെ ആദ്യത്തെ 10-11 ആയത്തുകളാണ് നിങ്ങളെ വീണ്ടും ഓതി കേൾപ്പിച്ചിട്ടുള്ളത്. ഇന്ന് സൂറത്തുൽ നൂറിന്റെ പഠനം ആരംഭിക്കണം എന്നായിരുന്നു കരുതിയിരുന്നത്. പക്ഷെ 1-2 ചോദ്യങ്ങൾ വന്നത് എല്ലാവർക്കും ആവശ്യമായി വരും അതിന്റെ വിശദീകരണം എന്നൊരു തോന്നലുള്ളത് കൊണ്ട് അത് എല്ലാവരോടുമായിട്ട് ഒന്ന് വിശദീകരിക്കാമെന്ന് കരുതിയതാണ്. മാത്രവുമല്ല സൂറത്തുൽ നൂർ വളരെ ചരിത്ര പ്രാധാന്യമുള്ള സംഭവബഹുലമായ കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സൂറത്തായതുകൊണ്ട് അതിന്റെ പശ്ചാത്തലവും അതിന്റെ അവതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ കുറച്ച് വിശദമായിട്ട് പറയേണ്ടി വരികയും ചെയ്യും. അപ്പോ അതിനു മുമ്പ് ഒരു ദിവസം കൂടി നമുക്ക് സൂറത്തുൽ മുഅ്മിനൂനിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാമെന്ന് കരുതിയതാണ്. അപ്പോ 2 പ്രതികരണങ്ങളാണ് ഇന്നലെ നമ്മൾ ഈ സൂറത്തുൽ മുഅ്മിനൂനിലെ 5, 6, 7 ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ചർച്ചയോട് പ്രതികരണമായിട്ട് വന്നിട്ടുള്ളത് 2 ചോദ്യങ്ങളോ പ്രതികരണങ്ങളോ ഒക്കെയാണ്. ഞാൻ
ആ ചോദ്യങ്ങൾ അല്ലെങ്കിൽ പ്രതികരണങ്ങളൊന്ന് കേൾപ്പിച്ചുകൊണ്ട് അതിന്റെ ഏതാനും വിശദമായ കാര്യങ്ങൾ പറയാം. ഈ ഒരു ചോദ്യം, ഉടമപ്പെടുത്തിയ സ്ത്രീ എന്ന പരാമർശം സ്ത്രീ അടിമ എന്നതിലേക്കും വിൽപ്പന ചരക്ക് എന്നതിലേക്കും അല്ലേ ചൂണ്ടുന്നത്? അത് മനുഷ്യത്വ മൂല്യങ്ങൾക്ക് എതിരായി നിൽക്കുന്നില്ലേ എന്നാണ് ചോദ്യം. ഉടമപ്പെടുത്തിയ എന്നുള്ള ഒരു പ്രയോഗം ഖുർആനിൽ ഞാൻ ഇന്നലെ പരാമർശിച്ചു. 14 തവണ വരുന്നുണ്ട്. അതിൽ ഒരു 13 തവണ ഖുർആനിൽ ആവർത്തിച്ചു വരുന്നത് ഈ ഓരോരുത്തരുടെയും ചുമതലയിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള യുദ്ധത്തിലൂടെയോ മറ്റോ ഒക്കെ ആയിട്ട് ക്യാപ്റ്റീവ്സ് ആയി വരുന്ന ആളുകൾ, ചുമതലയിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള തരത്തിലുള്ള ആളുകളെ പരാമർശിക്കാൻ വേണ്ടിയാണ്. അത് എല്ലാം ഒന്നും സ്ത്രീകളല്ല, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ അടങ്ങിയതാണ് മാമലക്കത്ത് ഐമാനുഹും എന്ന് പറയുന്നത്. അത് സ്ത്രീകളെ മാത്രം പരാമർശിച്ചുകൊണ്ടുള്ള ഒരു പ്രയോഗമല്ല. തടവുകാരായിട്ട് പിടിക്കപ്പെടുന്ന, യുദ്ധത്തിൽ ക്യാപ്റ്റീവ്സ് ആയിട്ട് മുസ്ലിങ്ങളുടെ കയ്യിൽ എത്തുന്ന ആളുകളുടെ സ്റ്റേറ്റസ് ആ വിധത്തിലാണ്. ഒരിക്കലും തന്നെ തടവുകാര് അല്ലെങ്കിൽ പിടിക്കപ്പെട്ട് തടഞ്ഞു നിർത്തപ്പെട്ട ആളുകൾ അവര് നമ്മൾ പ്രതീക്ഷിക്കുന്ന വിധത്തിലുള്ള എല്ലാവിധ മനുഷ്യാവകാശവും തുല്യതയും ഒന്നും അവർക്ക് ഒരു കാലഘട്ടത്തിലും ഒരു സംസ്കാരത്തിലും ഒരു രാജ്യത്തും നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോ അങ്ങനെ ഒരു എന്തായാലും അവരുടെ കാര്യത്തിൽ ചില നിയന്ത്രണങ്ങളും ചില പരിമിതികളും ഒക്കെ എല്ലാ കാലത്തും എല്ലാ സമൂഹങ്ങളിലും എല്ലാ ചരിത്രത്തിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും അത് വളരെ ക്രൂരമായ, വളരെ നിഷ്കരുണമായ രീതിയിലാണ് അവരുടെ തുടർന്നുള്ള ജീവിതം കൈകാര്യം ചെയ്യപ്പെടുന്നത് എന്നതാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. ഇസ്ലാം അങ്ങേയറ്റത്തെ സഹാനുഭൂതിയും അതുപോലെ ആളുകളുടെ കാര്യത്തിലുള്ള വളരെ ആത്മാർത്ഥമായ ഇഖ്ലാസ് എന്ന് പറയും, ഇഖ്ലാസും ആണ് ഇസ്ലാമിന്റെ നിലപാട്. ഏത് മനുഷ്യനെയും അയാൾ വഴിവിട്ട് പോയ അവസ്ഥയിൽ അയാളെ വീണ്ടെടുക്കുക എന്നതാണ് ഇസ്ലാം ലക്ഷ്യമിടുന്ന കാര്യം. ഒരാള് അള്ളാഹുവിന് വഴിപ്പെട്ട നല്ല അബ്ദായിട്ട്, അള്ളാഹുവിന്റെ ഇബാദുകളായിട്ട് അവർ മാറുക എന്നത് ആണ് ഇസ്ലാം ലക്ഷ്യമിടുന്നത്. ഏറ്റവും നല്ല മനുഷ്യരായി മാറുക, അള്ളാഹുവിന്റെ ഏറ്റവും നല്ല അടിമകളായി മാറുക, ഇതാണ് ഏത് വ്യക്തിയിൽ നിന്നും വ്യക്തിയുടെ കാര്യത്തിലും പ്രതീക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സഹിഷ്ണുതാപരമായിട്ടും അതുപോലെ ഗുണകാംക്ഷപരമായിട്ടും ഉള്ളതല്ലാത്ത ഒരു നിലപാടും ഒരു അവസ്ഥയിലുള്ള ആളോടും ഇസ്ലാം സ്വീകരിക്കുന്നില്ല. ഈ വലത് കൈയിൽ ഉടമപ്പെടുത്തപ്പെട്ട ആളുകൾ എന്ന് പറയുന്ന പ്രയോഗം തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് എത്രമാത്രം ഉദാത്തമായ പ്രയോഗമാണ് അതെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒരിക്കലും തന്നെ ഇത്തരം ആളുകളെ കുറിച്ച് ഖുർആൻ അടിമ എന്ന പദം പ്രയോഗിക്കുന്നില്ല. അടിമ എന്ന വാക്ക് പ്രയോഗിക്കാതെ വളരെ സമർത്ഥമായി, വളരെ ഉദാത്തത അടങ്ങിയിട്ടുള്ള ഒരു പ്രയോഗമാണ് ഇവിടെ നടത്തുന്നത്. വലത് കൈ ഉടമപ്പെടുത്തി. എന്താ വലത് കൈ തന്നെ ആക്കണത്? ഇടത് കൈയിൽ ഉടമപ്പെടുത്തിയേ പറ്റൂല എന്ന ഒരാലോചന നമുക്കൊക്കെ പറ്റുമല്ലോ സ്വാഭാവികമായിട്ടും. വലത് കൈക്ക് വലിയ പ്രാധാന്യമുണ്ട്, നമുക്കറിയാതെ. 2-3 സംഭവങ്ങൾ വളരെ പ്രധാനമായിട്ട് നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരാനിടയുള്ളത്. ഒന്ന്, വിവാഹ ഉടമ്പടിയിൽ നമ്മൾ അള്ളാഹുവിന്റെ നാമധേയത്തില് പെണ്ണിന്റെ വലിയ വിവാഹം കഴിക്കുന്ന പുരുഷന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ഉടമ്പടിയാണ്. വലത് കൈയില് ആണ് ആ ഉടമ്പടി നിർവഹിക്കപ്പെടുന്നത്. കൈ പിടിച്ചുകൊണ്ട്, വലത് കൈയിൽ പിടിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് നിർവഹിക്കപ്പെടുന്ന ഒരു ഉടമ്പടിയാണ്. ഇതേപോലെ ഒരു ഉടമ്പടി ചരിത്രത്തിൽ വളരെ വിശദമായിട്ട് നമ്മളുടെ മുന്നിലുള്ളത് ബൈഅത്തു റിദ്വാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളെയും കൊണ്ട് ഉംറക്ക് പുറപ്പെട്ട ഘട്ടത്തില് അവര് തടയപ്പെടുകയും അങ്ങനെ തുടർന്നുള്ള സാഹചര്യത്തില് അനുയായികള്
അവര് ഹുദൈബിയ സന്ധി നടപ്പിലാക്കപ്പെട്ടതോടുകൂടി ഉണ്ടായ അനുയായികൾക്കിടയിൽ ഉണ്ടായ അസംതൃപ്തി കാരണമായിട്ട് രൂപപ്പെട്ടു വന്നിട്ടുള്ള ചില അസ്വസ്ഥതകളുടെ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തില് അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ ദൂതൻ മക്കയിലെ കുഫാറുകളും മുശ്രിക്കുകളും ഒക്കെ ആയ ആളുകളുമായിട്ട് നടത്തിയ ആ ഉടമ്പടിയുടെ പേരിൽ അസംതൃപ്തി ഉണ്ടാവുകയും അതിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ആളുകളോട് അള്ളാഹുവിന്റെ ദൂതന് വിധേയത്വം പ്രഖ്യാപിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകപ്പെടുകയാണ്. അവിടെ അവര് വലത് കൈ അള്ളാഹുവിന്റെ ദൂതന് നൽകിക്കൊണ്ടാണ് കരാറ് ചെയ്യുന്നത്. ഇത് യുബായുനക്ക എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ അത് പരാമർശിക്കുന്നുണ്ട്. സൂറത്തുൽ അഹ്സാബിലാണെന്ന് തോന്നുന്നു. എന്തായാലും അതില് സൂറത്തുൽ ഫത്ഹോ സൂറത്തുൽ അഹ്സാബ് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. എന്തായാലും ആ സംഭവത്തില് അവര് താങ്കളോട് ഉടമ്പടി ചെയ്ത സന്ദർഭത്തില് അവര് താങ്കളോടല്ല അള്ളാഹുവിനോടാണ് ഉടമ്പടി ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നതാണ് ഖുർആൻ അതിനെ പരാമർശിക്കുന്ന കാര്യം. അപ്പൊ ഈ മൂന്ന് സംഗതികളിലും ഇനി മറ്റൊന്ന് നേതാവായിട്ട് ഒരു ഖലീഫയെ ഒരു അമീറിനെ തിരഞ്ഞെടുക്കുന്ന ഘട്ടത്തില് ആ അമീറിന് നൽകുന്ന വിധേയത്വവും അതിന്റെ പ്രതീകാത്മകമായിട്ട് അറിയിക്കുന്നത് ഈ വലത് കൈ കൊടുത്തുകൊണ്ടുള്ളതാണ്. അപ്പോ നമ്മള് ആരുമായിട്ടും ഉടമ്പടി ചെയ്യുമ്പോ ഇതേ വിധത്തിലുള്ള ഒരു ആക്ഷനാണ് അതിന്റെ ഒരു പ്രതീകാത്മകമായ രീതിയിൽ വലത് കൈയിൽ വെച്ചുകൊണ്ടുള്ള. അപ്പൊ ഇത് അള്ളാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ടും അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ഉടമ്പടിയിൽ ഏർപ്പെടുന്ന വിധത്തിലുള്ള ഒരു കർമ്മമാണ്. അത് വളരെ പാവനമാണ്, പവിത്രമാണ്, വലിയ ഉത്തരവാദിത്വവും ചുമതലയും ഒക്കെ ഏൽപ്പിച്ചു കൊടുക്കലുമാണ്. അപ്പൊ അത് കേവലം ഒരു പ്രോപ്പർട്ടി ഓണർഷിപ്പ് പോലെയുള്ള ഒരു സംഗതി അല്ല എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രോപ്പർട്ടി ഓണർഷിപ്പിന്റെ കാര്യത്തില് ഇടത് കൈയോ അതുപോലെ വേറെന്തെങ്കിലും പ്രയോഗങ്ങളൊക്കെ ആവുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഇത് പക്ഷെ ഒരു വലിയ ഉത്തരവാദിത്വവും ചുമതലയും ഏൽപ്പിച്ചു കൊടുക്കലും ഏറ്റെടുക്കലും ഒക്കെയാണ്. അപ്പൊ അങ്ങനെ പവിത്രമായ ഒരു പ്രയോഗമാണ് ഇതിന് അള്ളാഹു നൽകിയിട്ടുള്ളത്. ഇത് വിവാഹമാണോ? വിവാഹമല്ല. ഇത് ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും ഒക്കെ ഉണ്ടാവും ഇങ്ങനെ തടവുകാരായി പിടിക്കപ്പെടുന്നത്. അവരെ ചുമതല ഏൽപ്പിക്കപ്പെടുന്നുണ്ടാവും. അവരുടെ കാര്യത്തിലുള്ള ഒരു സാമൂഹ്യമായ അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനും അവരെ സത്യമാർഗത്തിലേക്ക് ഹൃദയം കൊണ്ട് അടുപ്പിച്ച് നിർത്തുന്നതിന് വേണ്ടിയും സത്യവിശ്വാസികളുടെ സമൂഹത്തിന്റെ ഗുണകാംക്ഷയും നന്മയും ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ അള്ളാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരാൻ അവർക്ക് പ്രേരണയാകുന്ന വിധത്തിലൊക്കെയുള്ള ഒരു ട്രീറ്റ്മെന്റ് കുറച്ചു കാലം അവർക്ക് ലഭിക്കുന്നതിന് കൂടിയുള്ള ഒരു അവസരം നൽകലാണിത്. അതേ സമയത്ത് വലിയൊരു സങ്കീർണമായ സൈനിക വിഷയം കൈകാര്യം ചെയ്യലാണ്. അത് രാജ്യത്തിന്റെ ഭദ്രത ഉറപ്പുവരുത്തലാണ്. അങ്ങനെ പല സംഗതികളും അതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വിഷയം നമ്മള് കേവലമായ ഒരു സ്ത്രീയെ ഉടമപ്പെടുത്തുക എന്നതിൽ നമ്മൾ പരിമിതപ്പെടുത്തി കാണുന്നത് ശരിയല്ല. ഇനി അങ്ങനെ നമ്മുടെ ഉടമസ്ഥതയിലും നമ്മുടെ കൈകാര്യകർത്തൃത്വത്തിലും വരുന്നത് ഒരു സ്ത്രീ ആണെങ്കിൽ തന്നെ അതിന് കൃത്യമായ ചില നിബന്ധനകളും വ്യവസ്ഥകളും അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ദൂതൻ അത് വിശദമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതില് ഏത് അടിമ വ്യവസ്ഥയിലാണ് തന്റെ ഉടമസ്ഥതയിലോ അല്ലെങ്കിൽ തന്റെ കൈകാര്യകർത്തൃത്വത്തിലോ ഉള്ള ഒരു സ്ത്രീ ആ സ്ത്രീയെ തന്നെ പോലെയുള്ള ഭക്ഷണം, തന്നെ പോലെയുള്ള വസ്ത്രം, തനിക്കുള്ളത് പോലെയുള്ള ആ താമസ സൗകര്യം ഒക്കെ നൽകപ്പെട്ടുകൊണ്ട് ആദരിക്കപ്പെടുന്നത് നമുക്ക് ആലോചിക്കാവുന്നതാണത്. ആഫ്രിക്കൻ നാടുകളിലെ പഴയകാലത്തുണ്ടായിരുന്ന അടിമക്കമ്പോളവും യൂറോപ്യര് അവിടെ കടന്നു ചെല്ലുന്നുകൊണ്ട് അവിടുന്ന് സാധാരണ മനുഷ്യരെ പിടിച്ച് ആട്ടിത്തെളിച്ച് മൃഗങ്ങളെ പോലെ വേട്ടയാടി പിടിച്ചുകൊണ്ടുവന്ന് അമേരിക്കയിലെ അടിമക്കമ്പോളങ്ങളില് വിൽപ്പനയാക്കിയ ഘട്ടത്തിലും അതിനെ തുടർന്നുള്ള 100-300 വർഷക്കാലത്തും ഒന്നും തന്നെ അതുപോലെ പഴയ കാലത്ത് റോമിലൊക്കെ നിലനിന്നിരുന്ന അതിഭീകരമായ അടിമത്തത്തിന്റെ രീതികളൊക്കെ പരിശോധിക്കുമ്പോൾ
അതൊക്കെയായിരുന്നു അടിമത്വം എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഇതൊരു സാമൂഹ്യ സംവിധാനമാണ്. ഇതിന് അടിമത്വം എന്നോ അടിമ എന്നോ പദം ഉപയോഗിച്ചുകൊണ്ട് പരാമർശിക്കുന്നത് ശരിയല്ല. ചുമതല ഏൽപ്പിച്ചു കൊടുത്തതാണ് എന്നതേ നമുക്കിത് കാണാൻ കഴിയുള്ളൂ. ഇതൊരു സാമൂഹ്യമായ ഒരു ബാധ്യത, ഒരു ചുമതല ചില വ്യക്തികളെ അള്ളാഹു അല്ലെങ്കിൽ അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് അവന്റെ പ്രവാചകൻ അല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ നേതൃത്വം ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു കാര്യമാണ്. അതിന് പാലിക്കപ്പെടേണ്ട വളരെ കണിശമായ നിബന്ധനകളുണ്ട്. എല്ലാ സമൂഹത്തിലും മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ എല്ലാവരെയും ഈ ചുമതല ഏൽപ്പിക്കാൻ പറ്റൂല. എല്ലാവരും അതിന് യോഗ്യരോ അർഹരോ അല്ല. അതിന് യോഗ്യതയും അർഹതയും ഒക്കെയുള്ള ഉത്തരവാദിത്വ ബോധമുള്ള, അതുപോലെ അള്ളാഹുവിന്റെ ദീനിനോട് പ്രതിബദ്ധതയും അതിന്റെ മൂല്യങ്ങളെ മാനിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളെയാണ് ഇത് ചുമതല ഏൽപ്പിക്കുക. അപ്പോ ഇതില് ഇവിടെ ചോദ്യത്തില് ചൂണ്ടിക്കാണിക്കപ്പെട്ട വിധത്തിലുള്ള അടിമ എന്നൊരു പരാമർശമില്ല. രണ്ടാമത്തത് വിൽപ്പന ചരക്ക് എന്ന വിധത്തിലുള്ള വിധത്തിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്ന രീതിയുമില്ല. അതേ സമയത്ത് ഇവരെ കൈമാറാവുന്നതാണ്. കൈമാറുന്നതിന് സംവിധാനങ്ങളൊക്കെ ഇസ്ലാം നിർദ്ദേശിക്കുന്നുണ്ട്. ഇത് ലോങ് റണ്ണിൽ ഞാൻ മുമ്പൊരിക്കല് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ഒരു വളരെ കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ ഈ ആളുകളൊക്കെ തന്നെ പൂർണ്ണമായിട്ടും സമൂഹത്തിന്റെ പൂർണ്ണമായിട്ടും ഇന്റഗ്രേറ്റഡ് ആയ ഭാഗമായി മാറും. ഒരിക്കലും തന്നെ ദീർഘമായ ഒരു കാലം അവര് ഈ സ്റ്റേറ്റസിൽ തുടരൂല. ഒരു സ്ത്രീയുടെ കാര്യത്തിലാണെങ്കിൽ അവള് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതോടുകൂടി സ്വതന്ത്രയായി. അതുപോലെ കഫാറത്ത് ചെയ്യേണ്ട പല ആളുകളും സമൂഹത്തിൽ ഉണ്ടാവും. അടിമമോചനമാണ് അള്ളാഹു അതിന് വെച്ചിട്ടുള്ള ഒരു വ്യവസ്ഥ. അത്തരം ആവശ്യങ്ങളുള്ള ആളുകള് ഇവരെ ആരുടെ കയ്യിലാണോ ഉള്ളത് അവരെ കയ്യിൽ നിന്ന് അവർക്ക് അതിനുള്ള പ്രതിഫലം നൽകിക്കൊണ്ട് തന്നെ വാങ്ങി അവരെ സ്വതന്ത്രരാക്കുക എന്നത് ഇസ്ലാം ഏറെ പ്രോത്സാഹിപ്പിച്ചതും ചില സന്ദർഭങ്ങളിൽ ചില വിഷയങ്ങളിൽ നിബന്ധനയാക്കി വെച്ചതും ഒക്കെ ആയിട്ട് കാണാൻ കഴിയും. പുണ്യം ചെയ്യുന്നത് മാതാപിതാക്കളോടും അടുത്ത ബന്ധുക്കളോടും അയൽവാസികളോടൊക്കെ പുണ്യം ചെയ്യുന്നത് വളരെ പാവനമായ ഒരു കാര്യമായി പറഞ്ഞ കൂട്ടത്തില് ഈ മാമലക്കത്ത് അയ്മാനുഹും എന്ന് പറയുന്ന കൂട്ടർക്കും പുണ്യം ചെയ്യുന്നത് വളരെ പാവനമായ ഒരു കാര്യമായിട്ട് ഖുർആൻ പ്രത്യേകം എടുത്തു പറയുന്നത് കാണാൻ സാധിക്കും. ഇതുപോലെ ഒരുപാട് രീതികളിലൂടെയായിട്ട് വളരെ കുറഞ്ഞ കാലത്തിനുള്ളിൽ ഈ വ്യക്തികള് സമൂഹത്തിന്റെ പൂർണ്ണമായിട്ടും സമൂഹത്തിന്റെ ഭാഗമായിട്ട് മാറുന്ന ഒരു പ്രോസസ്സാണ് ഇസ്ലാം ആവിഷ്കരിച്ചിട്ടുള്ളത്. ദീർഘമായ കാലം ഒരിക്കലും തന്നെ ഇവരാരും ഈ അവസ്ഥയിൽ കഴിയേണ്ടി വരില്ല. അത് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അബ്രഹാം ലിങ്കൺ അടിമത്വം നിരോധിച്ചത് കൊണ്ടല്ല യഥാർത്ഥത്തിൽ ലോകത്തെ അടിമത്വം ഇല്ലാതായത്. ആഫ്രിക്കൻ നാടുകളിൽ ഉണ്ടായിരുന്ന അടിമ സമ്പ്രദായം പോലും അവസാനിക്കുന്നതിൽ ഇസ്ലാമിന്റെ നിയമനിർദ്ദേശങ്ങളാണ് കാരണമായിട്ടുള്ളത് എന്നത് നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. അടിമകൾ ലഭ്യമായ പ്രദേശങ്ങളിൽ പോയിട്ട് അടിമകളെ വില കൊടുത്ത് വാങ്ങിക്കൊണ്ടുവന്ന് സ്വന്തം ഭൃത്യന്മാരായിട്ട് കൂടെ നിർത്തുകയും എന്നിട്ട് സമൂഹത്തിന്റെ പല ഘട്ടങ്ങളിലുമായിട്ട് അവരെ വിമോചിതരാക്കുകയും ചെയ്ത ഒരു ചരിത്രം ഇസ്ലാമിന് സുദീർഘമായത് തന്നെ ഉണ്ട്. വളരെ കുറഞ്ഞ കാലം മാത്രമേ അവർ ആ സ്റ്റേറ്റസിൽ ഇസ്ലാമിക സമൂഹത്തിൽ നിൽക്കുകയുള്ളൂ. അതിനിടക്ക് ആർക്കെങ്കിലും വല്ല കഫാറത്തും ചെയ്യേണ്ടതുണ്ടാവും, അല്ലെങ്കിൽ അതുപോലെ വല്ല സംഗതികളും ഉണ്ടാവും. ഒരു പുണ്യം ചെയ്യണമെന്ന് ഒരാൾക്ക് തോന്നിയിട്ട് അയാൾ ഒരു ബിർറ് ചെയ്യാൻ വേണ്ടി തനിക്ക് സംഭവിച്ചു പോയ എന്തെങ്കിലും വീഴ്ചയുടെ പേരിലൊക്കെ അള്ളാഹു എനിക്ക് പുറത്തു വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അടിമമോചനം ചെയ്യുന്ന അത്തരം പുണ്യം ചെയ്യാനുള്ള അവസരങ്ങൾ ഇസ്ലാമിൽ വളരെ കൂടുതലുള്ളത് കൊണ്ട് അടിമകള് വിമോചിതരാക്കപ്പെടേണ്ട വിധത്തില് സമൂഹത്തിൽ ഉണ്ടെങ്കിൽ അത് ഒരു ഓപ്ഷനായിട്ട് ഒന്നാമതായി പറഞ്ഞ സംഗതികളുടെ കൂട്ടത്തില് അത് തന്നെ ചെയ്യേണ്ടതുണ്ടല്ലോ. ഇപ്പൊ ഉദാഹരണത്തിന് റംലാൻ മാസത്തില് വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ഉള്ള അവസ്ഥയിൽ ഒരാള് ഭാര്യയുമായിട്ട് പകൽ സമയത്ത് ഇണ ചേർന്ന ഒരു സംഭവം ഉണ്ടായിപ്പോയി എന്ന് വെക്കുക.
അങ്ങനെയൊക്കെ ഉണ്ടാവാമല്ലോ. അങ്ങനെ ഉണ്ടായാൽ അതിനുള്ള പ്രായശ്ചിത്തമായിട്ട് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാമത്തേത് ഇതാണ്. അതുപോലെയുള്ള പല നിബന്ധനകളും ഇസ്ലാമിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ആഫ്രിക്കയില് അറേബ്യയില് എങ്ങും അടിമത്തം ഇല്ലാതായി എന്ന് മാത്രമല്ല, വിദൂര പ്രദേശങ്ങളിലുള്ള അടിമകൾ പോലും ക്രമേണ സ്വതന്ത്രരായി മാറുന്ന ഒരു കാഴ്ചയാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ആ വ്യവസ്ഥ ഇസ്ലാം എന്നേക്കുമായിട്ട് അവസാനിപ്പിച്ചിട്ടുണ്ടോ? അത് ഇസ്ലാം നിയമവിരുദ്ധമായിട്ട് ഹറാമായിട്ട് പ്രഖ്യാപിച്ചതായിട്ട് എവിടെയും കാണാൻ കഴിയില്ല. അത് അള്ളാഹുവിന്റെ മഹത്തരമായ യുക്തിയാണ് അതിന്റെ പിന്നിലുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മനുഷ്യന്റെ സാമൂഹ്യ രാഷ്ട്രീയ സൈനിക അവസ്ഥകളൊക്കെ തന്നെ മാറി മറിഞ്ഞ് പല സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകും. ഇതുപോലെ ഒക്കെയുള്ള അവസ്ഥകളൊക്കെ വീണ്ടും 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 ഉണ്ടായിന്ന് വരും. ഒരു യുദ്ധത്തിന്റെ കെടുതികളെ കുറിച്ചുള്ള ആശങ്കയും ആലോചനയും നമ്മളുടെ മനസ്സിൽ നിന്ന് പോകുന്നതിന്റെ മുമ്പാണ് നമ്മൾ അതിനേക്കാൾ ഭീകരമായ ഒരു സംഘർഷാവസ്ഥയെ കുറിച്ച് അറിയേണ്ടി വരുന്നത്. ഇപ്പൊ സമീപകാലത്ത് നമ്മൾ യുക്രൈൻ റഷ്യ യുദ്ധം, അത് ലോകത്തെ മാധ്യമങ്ങളെ പിടിച്ചു കുലുക്കി, അല്ലെങ്കിൽ നമ്മളൊക്കെ അതില് വളരെ കൺസേൺഡ് ആയി നിൽക്കുന്നതിനിടയിൽ അത് ഒന്ന് കെട്ടടങ്ങിയിട്ടില്ല. അപ്പോഴത്തേക്കാണ് വീണ്ടും മധ്യപൗരസ്യ ദേശം യുദ്ധവും സംഘർഷവും ഒക്കെ ഉള്ള ഒരു സാഹചര്യം ഉടലെടുക്കുന്നത്. അപ്പൊ ഇത്തരം സാഹചര്യങ്ങൾ നിരന്തരം മനുഷ്യ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കും. അത് മനുഷ്യന്റെ പ്രകൃതവും അതുപോലെ സാമൂഹ്യ സാഹചര്യങ്ങളും ഒക്കെ ഈ ഒരു അവസ്ഥയിലുള്ളിടത്തോളം കാലം അത് അങ്ങനെയുള്ള സംഗതികൾക്ക് ഒരു നൈരന്തര്യം ഉണ്ടാവും. അപ്പൊ ഇതില് അള്ളാഹു വെച്ചിട്ടുള്ള ഈ സംവിധാനം, ഇത് വലത് കൈ ഉടമപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ പാവനമായിട്ടുള്ള ഒരു പ്രയോഗമാണ്. ഞാൻ പറഞ്ഞല്ലോ, അമീറിന് ബയ്യത്ത് ചെയ്യുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ബയ്യത്ത് നടത്തിയത്, വിവാഹ ഉടമ്പടി, ഇതൊക്കെ സമാനമായ രീതിയിൽ നിർവഹിക്കപ്പെടുന്ന കാര്യമാണ്. അതേപോലെ ചുമതല ഏൽപ്പിക്കപ്പെടുന്ന, വലത് കൈയിൽ ഏൽപ്പിക്കപ്പെടുന്ന ഒരു റിലേഷൻഷിപ്പാണത്. അത് പക്ഷേ ഭാര്യമാരെ പോലെയോ അല്ലെങ്കിൽ ബാക്കി പൗരന്മാരെ പോലെയോ പൂർണ്ണമായ സ്റ്റേറ്റസും സ്വാതന്ത്ര്യവും അവർക്ക് കിട്ടണം ആ ഘട്ടത്തിൽ തന്നെ എന്ന് പറയുന്നത് അപ്രായോഗികമാണ്. കാരണം അങ്ങനെ പറയുന്ന ആളുകൾ പോലും അതികിരാതമായ വ്യവസ്ഥകൾ നിർണയിച്ചുകൊണ്ട് അവരെ തടവിലിടുകയും ദീർഘമായ ദശകങ്ങൾ തന്നെ കാരാഗ്രഹത്തിൽ അടച്ചിട്ടുകൊണ്ട് അവരുടെ ജീവിതം നശിപ്പിച്ചു കളയുകയൊക്കെ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് മറുവശത്ത് കാണാൻ സാധിക്കുന്നത്. അതിന്റെ നമ്മൾ ഈ പറയുന്ന വിധത്തിലുള്ള ഐഡിയലിസ്റ്റിക് ആയ സംഗതിയുടെ അപ്രായോഗികത കാരണം കൂടിയായിട്ടാണ് അത് സംഭവിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ ഈ ആളുകളെ തർബിയത്ത് നൽകി, തസ്കിയത്ത് നൽകി, അവരെ നന്മയോട് ആഭിമുഖ്യമുള്ളവരാക്കി മാറ്റി ഇസ്ലാമിക സമൂഹത്തിന്റെ, മനുഷ്യ സമൂഹത്തിന്റെ ഭാഗമാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് ഈ സംഗതി എന്നതാണ് അതിന്റെ പോസിറ്റീവായ ഒരു കാര്യമായിട്ട് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. മനുഷ്യത്വ മൂല്യങ്ങൾക്ക് എതിരായിട്ട് നിൽക്കുന്നില്ല ഇതൊന്നും. കാരണം ഒരു അടിമയുടെ വായിൽ ഒരു ഉരുള ചോറ് വെച്ച് കൊടുക്കുന്നത് ദീന് പുണ്യമാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങളുടെ വലത് കൈയിൽ ഏൽപ്പിക്കപ്പെട്ടവർക്ക് ഭക്ഷണം നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. ഇതുപോലെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് മനുഷ്യത്വ വിരുദ്ധമായിട്ട് മാറുക? ലോകത്തെ ഏത് സമൂഹത്തില് ഏത് രാഷ്ട്രനായകനോ സൈന്യത്തലവനോ ആണ് അവരുടെ തടവുകാരായി അവരുടെ അടുക്കൽ വന്നിട്ടുള്ള ആളുകളുടെ കാര്യത്തില് ഇത്തരം കാര്യങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഗുണ്ടനോമോ ഒക്കെ നമ്മളുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് അതുപോലെ ഇപ്പോ എത്ര ദശകങ്ങളാണ് ഇപ്പോഴത്തെ ഹമാസിന്റെ നേതാവ് തടവില്, ഇസ്രായേലി തടവില് കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ പത്രങ്ങളിലൊക്കെ വായിച്ചതാണ് ഇപ്പൊ അടുത്ത കാലത്തായിട്ട്. അപ്പോ ഇത്ര നിഷ്കരുണമായ അല്ലെങ്കിൽ നിർദാക്ഷിണ്യപരമായിട്ടുള്ള രീതികളാണ് ലോകത്തിന് പരിചയമുള്ളത്. അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഏറ്റവും ഉദാത്തമായ, ഏറ്റവും ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയുള്ള ഒരു സംഗതിയാണ് യഥാർത്ഥത്തിൽ ഇക്കാര്യത്തിൽ ഇസ്ലാം നടപ്പിൽ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും.
അപ്പോ അത് സ്ത്രീയുടെ കാര്യം മാത്രമല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് പുരുഷന്മാരും വരും, കുട്ടികളും വരും. അങ്ങനെ ബന്ധപ്പെട്ട ആ, മനുഷ്യ സമൂഹത്തിലെ ഈ അവസ്ഥയിലേക്ക് വന്നുപെടുന്ന ആരുമാകാം. അപ്പോ അതാണ് ആ പ്രതികരണത്തിനോട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു സംഗതി ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് ഭാര്യമാർക്കിടയിൽ നീതി പാലിക്കുന്നത് പോലെ മാമലക്കത്ത് ഐമാനുഹും എന്ന ഇനത്തിൽപ്പെട്ടവർക്കിടയിൽ നീതി പാലിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു കണ്ടു. ഇത് നമ്മുടെ ശത്രുക്കളുടെ വാദമല്ലേ? തുല്യ അളവിലുള്ള ഇടപെടൽ അപ്പോ ഇത് ശത്രുക്കളുടെ വാദമല്ലേ എന്നതാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടുള്ള ഒരു ചോദ്യം. യഥാർത്ഥത്തില് നമ്മൾ അതിന്റെ വസ്തുതകൾ വിലയിരുത്തിയാൽ ഈ കാര്യം ഭാര്യമാർക്കിടയിൽ നീതി കൽപ്പിക്കണം എന്നത് ഖുർആന്റെ നിർദ്ദേശമാണ്. അള്ളാഹു വളരെ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതില് വിട്ടുവീഴ്ചയൊന്നും ഇല്ലാത്തൊരു ഇസ്ലാമിന്റെ ഒരു നിർദ്ദേശവും അധ്യാപനവും ഒക്കെയാണ്. പക്ഷെ ഖുർആനിൽ എവിടെയും ഈ മാമലക്കത്ത് ഐമാനുഹും എന്ന വിഭാഗത്തിൽ പെടുന്നവരുടെ കാര്യത്തിൽ നീതി പാലിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്നില്ല. ഹദീസുകളിലും അത് കാണാൻ കഴിയില്ല. അതിനെക്കുറിച്ച് ആലോചിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും അത് പ്രായോഗികവും അല്ല എന്ന്. കാരണം തുല്യനീതി നൽകിക്കൊണ്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അത് ഈ ഒരു വ്യക്തിയോട് സാധ്യമല്ല. കാരണം ഒരു ഭാര്യ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി മാത്രമല്ലല്ലോ, അവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുടുംബമുണ്ട്, സാമ്പത്തിക ഇടപാടുകളുണ്ട്, അനന്തരാവകാശം എന്ന് പറഞ്ഞ വിഷയങ്ങളുണ്ട്, അങ്ങനെ പലതും വരും. ലൈംഗികത മാത്രമല്ല. ഇനി ഇത് യഥാർത്ഥത്തിൽ സമൂഹത്തിൽ തിന്മ പടർന്നു പിടിക്കാതിരിക്കാനും അതുപോലെ ആളുകളെ ഇസ്ലാമിലേക്ക് മാനസികമായിട്ട് അടുപ്പമുള്ളവരാക്കി മാറ്റാനൊക്കെ വേണ്ടി കൂടി ഉള്ള ഒരു സംവിധാനമായിട്ട് അള്ളാഹു നിർദ്ദേശിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് അതിന് പൂർണ്ണമായ അർത്ഥത്തില് സ്വതന്ത്ര സ്ത്രീകളുടെ അല്ലെങ്കിൽ അവർക്ക് നൽകപ്പെടുന്ന പ്രാധാന്യവും തുല്യതയും പരിഗണനയും ഒക്കെ ഇവർക്ക് നൽകപ്പെടുക എന്നത് ഒരു നിലക്കും പ്രായോഗികമാവുന്ന കാര്യമല്ല. എന്നാൽ സമൂഹത്തിൽ തിന്മയെ തടഞ്ഞു നിർത്താൻ അരാജകത്വം അതുപോലെ അധാർമികത ഒക്കെ പടർന്നു പിടിക്കാതിരിക്കാൻ ഇത് ഒരു പരിഹാരമാണോ, ഒരു വഴിയാണോ എന്നത് നമുക്ക് ആലോചിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും അത് ആ വിധത്തിലുള്ള ഒരു പരിഹാരമാണ് എന്ന് തന്നെ കാണാൻ കഴിയും. എന്ന് മാത്രമല്ല, ഈ സ്റ്റേറ്റസിലുള്ള ഒരാള് ആജീവനാന്തം അങ്ങനെ ആ അവസ്ഥയിൽ തന്നെ കഴിയണം എന്നതല്ല ഇസ്ലാം ലക്ഷ്യമിടുന്ന കാര്യം. അവരെ പൂർണ്ണമായ സ്വാതന്ത്ര്യമുള്ള വ്യക്തികളാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ട് താൽക്കാലികമായിട്ട് ഒരു സ്റ്റേറ്റസിൽ അങ്ങനെ നിർത്തുക എന്നത് മാത്രമേ അതിൽ വരുന്നുള്ളൂ. ഇതാണ് നമുക്ക് അതിൽ കാണാൻ കഴിയുന്നത്. കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ എന്തായാലും ഈ അവസ്ഥയിലുള്ള മാമലക്കത്ത് ഐമാനുഹും എന്ന അവസ്ഥയിലുള്ള എല്ലാവരും തന്നെ ആ സ്റ്റേറ്റസിൽ നിന്ന് മാറി സാധാരണ മനുഷ്യരുടെ ഒരു വിഭാഗത്തിലേക്ക് സ്വതന്ത്രരായി മാറുന്ന ഒരു കാഴ്ച നമുക്ക് നിരന്തരം കാണാൻ കഴിയും. കാരണം അതിനുള്ള സംവിധാനം ചെയ്തു വെച്ചുകൊണ്ടാണ് അള്ളാഹു ഇത് ഒരു താൽക്കാലികമായ ഒരു പരിഹാരമായിട്ട് വെച്ചിട്ടുള്ളത്. അതിന് തന്നെ ഒരുപാട് നിബന്ധനകളൊക്കെ വെക്കുകയും ചെയ്തു. അതുകൊണ്ട് ആ ഒരു സ്റ്റേറ്റസിൽ ഇരിക്കുമ്പോ നീതി പാലിക്കുക എന്നത് അങ്ങനെ ഒരു വിഷയം വരുന്നില്ല, അങ്ങനെ ഒരു വിഷയം എറൈസ് ചെയ്യുന്നില്ല എന്ന് കരുതി അവരോട് അനീതി ചെയ്യണമെന്നോ അക്രമം ചെയ്യണമെന്നോ ഒന്നുമല്ല. പക്ഷെ പ്രായോഗികമായിട്ട് ഭാര്യമാർക്കും ഈ മാമലക്കത്ത് ഐമാനുഹുമിനും ഇടയിൽ തുല്യതയോ നീതിയോ പാലിക്കുക എന്നുള്ളത് സാധ്യമല്ല. അത് അള്ളാഹു നിർദ്ദേശിച്ചിട്ടുമില്ല. ദീനിന്റെ ഒരു അധ്യാപനവും അല്ല അത് എന്ന് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവരുടെ അനീതി ചെയ്യണം, അവരുടെ വ്യക്തികൾ എന്നുള്ള നിലക്ക് അവരുടെ ആവശ്യങ്ങളും സാഹചര്യങ്ങളും ഒന്നും പരിഗണിക്കാതിരിക്കണം എന്നൊന്നുമല്ല പറഞ്ഞത്. അവർക്ക് പുണ്യം ചെയ്യുന്നത് ഇസ്ലാം പ്രത്യേകം എടുത്തു പറഞ്ഞ ഖുർആൻ നിർദ്ദേശിച്ച കാര്യം തന്നെയാണ്, ഒരു സംശയവുമില്ല. അപ്പോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ സൂറത്തുൽ മുഅ്മിനൂന്റെ പഠനം നമുക്കിവിടെ അതിന്റെ ഒരു പരിസമാപ്തി ഇവിടെ കുറിക്കാം. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം സൂറത്തുൽ നൂറിന്റെ പഠനം നമുക്ക് ആരംഭിക്കുകയും ചെയ്യാം. ഇനിയും സംശയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാനിടയുണ്ട്. അള്ളാഹു നമുക്ക് ഏറ്റവും ഫലപ്രദമായ ഉപകാരപ്രദമായ അറിവ്
അത് ജീവിതത്തിൽ പിന്തുടരുവാനുള്ള തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.